ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസൊക്കെ ആയില്ലേ, അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. നല്ല സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഗൈസ്, ഇതിന് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലപ്പോൾ ഉള്ളത് ഈ ഒരു ഗോൾഡൻ കളറിലെ ഗാർലൻഡും ഈ ഒരു ഗ്രീൻ കളറിലെ ഗാർലൻഡും പിന്നെ ഈ ഒരു റെഡ് കളറിലെ ഗാർലൻഡും ആൻഡ് ഈ ഒരു സിൽവർ കളറിലെ ഗാർലൻഡും ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഗ്രീൻ കളറിലെ ഗാർലൻഡ് വെച്ച് ചെയ്യണം. പിന്നെ എൻ്റെ കയ്യിലുള്ള തട്ടിക്കുട്ടി സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിമ്പിൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. പിന്നെ ഇച്ചിരി ഡെക്കറേഷൻ ഐറ്റംസ്, അത് പിന്നെ മസ്റ്റാണല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ട്രോ വെച്ചിട്ടാട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ടോട്ടൽ 24 സ്ട്രോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, സ്ട്രോ ഇല്ലാത്തവർക്ക് നമ്മുടെ ഈർക്കിൽ വെച്ചും സെറ്റാക്കാം. പിന്നെ ഗൈസ്, ഒരു ടേപ്പും വേണം. പിന്നെ ഇതിലെ നെക്സ്റ്റ് വൺ ഒരു ബക്കറ്റാണ് നമ്മുടെ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ 2 സ്ട്രോ എടുത്തിട്ട് അതിലെ ഫസ്റ്റത്തെ സ്ട്രോ ഒന്ന് അതിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് മടക്കി കൊടുത്തിട്ട് രണ്ടാമത്തെ സ്ട്രോയിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2 ഇതിൻ്റെ മുകളിലേക്ക് 2 കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ 4 എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, 4 ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത്രയും നീളമാണ് കേട്ടോ കിട്ടുന്നത്. ഇനി അപ്പോൾ നമ്മുടെ ഓരോ സ്ട്രോയും കയറ്റി വെച്ചേക്കണതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വര കാണും. ഓരോ സ്ട്രോയിൻ്റെ എൻഡ് പോർഷൻ ഒരു വര കാണും. അപ്പോൾ അവിടെ നമ്മൾ ടൈറ്റായിട്ടൊന്ന് ഇരിക്കാനായിട്ട് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ആ ഒരു എല്ലാത്തിൻ്റെ ആ ഒരു പോർഷനൊന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിലൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു, ചെറിയൊരു ലാമ്പ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 6 ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടേപ്പ് എടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ടൊന്ന് നമ്മുടെ സ്ട്രോയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ബക്കറ്റ് എടുത്ത് നമുക്ക് പണി തുടങ്ങാം. ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ബക്കറ്റിൻ്റെ മേളിലായിട്ട് നമ്മുടെ സ്ട്രോ ഒക്കെ വെച്ച് ഇതുപോലെ ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, അത് കാരണം കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിന് മേളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും നമ്മുടെ ബക്കറ്റിൽ വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർലൻഡ് വെച്ചിട്ടുള്ള പണി തുടങ്ങാം. അപ്പോൾ മേളിൽ നിന്നാണ് കേട്ടോ ഞാൻ ചുറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സിൽവർ കളറിലെ ഗാർലൻഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആ സിൽവർ കളറിലെ ഗാർലൻഡ് എടുത്ത ടേപ്പ് ആയിട്ട് ആ സ്ട്രോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രോയിൻ്റെ ഇതിലേക്ക് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കാം. ഊരിപ്പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കാം കേട്ടോ. അത് ചുറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റായപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഗോൾഡൻ കളറിലെ ഗാർലൻഡാണ് ഞാൻ എടുക്കുന്നത്. ആ ഗോൾഡൻ കളറിലെ ഗാർലൻഡ് എടുത്തതിന് ശേഷം ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്ത് ചുറ്റാൻ തുടങ്ങി. പിന്നെ അതോടെ അതിൻ്റെ അറ്റത്തെത്തിയപ്പോൾ നമ്മൾ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തു. പിന്നെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് പിന്നെ എടുത്തത് ഈ ഒരു റെഡ് കളറിലെ ഗാർലൻഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്രീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. പിന്നെ താഴത്തേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗാർലൻഡ് ഇവിടെ തീർന്നു പോയി. അത് കാരണം നമ്മൾ ഒരു കളർ ഷീറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി നമുക്ക് അടിയിലൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൊതിഞ്ഞ് കഴിഞ്ഞു. ഞാനപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ അടിയിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇച്ചിരി ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാമ്പ് ഒന്ന് തെളിയിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ 3, 2, 1. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല വെറൈറ്റി ആയിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. വെറുതെ ഒന്ന് തട്ടിക്കൂട്ട് തുടങ്ങിയതാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.